പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, ദുബായിലൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഒരു ലക്ഷറി പ്രോപ്പർട്ടി വാങ്ങണോ അതോ ഒരു അഫോർഡബിൾ പ്രോപ്പർട്ടി വാങ്ങിയാൽ മതിയോ എന്ന്. എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യും, നമ്മളുടെ റിക്വയർമെൻറ്റും നമ്മളുടെ ബഡ്ജറ്റിനും അനുസരിച്ചുള്ള പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. ഏത് പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്നതിനേക്കാൾ ഉപരി ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആരംഭിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു ലക്ഷറി പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ, ഒരു ലിമിറ്റഡ് യൂണിറ്റ്സ് അവൈലബിലിറ്റി ഉള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ്, ഒരു ഹൈ ഡിമാൻഡുള്ള ലൊക്കേഷനിലാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ എപ്പോഴും ക്യാപിറ്റൽ അപ്രീസിയേഷൻ ചാൻസസ് വളരെ കൂടുതലാണ്. വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരു നല്ല അപ്രീസിയേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളൊരു അഫോർഡബിൾ കാറ്റഗറിയിലുള്ള ഒരു പ്രോജക്റ്റാണ് വാങ്ങുന്നതെങ്കിൽ ഒരു സ്റ്റഡി ക്യാപിറ്റൽ അപ്രീസിയേഷനും ഒരു സ്റ്റഡി റെൻ്റൽ ഇൻകവും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരു നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷനാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷറി പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ല, ഒരു നല്ല റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്കൊരു അഫോർഡബിൾ പ്രോജക്റ്റ് നിങ്ങളുടെ ബഡ്ജറ്റും റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം.